ഹായ് ഓൾ, ഇന്നൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. പ്രത്യേകിച്ച് സിവിൽ ബിടെക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർ എന്ത് ചെയ്ത് കാണും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കാണും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാം ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം ജൂലൈ 8-നാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്, അല്ലെ ജൂലൈ 8-നാണ് എക്സാം നടത്താൻ PSC തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11/5/2025 ഈ മാസം 11-ാം തീയതിക്ക് മുന്നായിട്ട് എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. പക്ഷേ കൺഫർമേഷൻ നിങ്ങൾ നേരത്തെ കൊടുക്കുക, ലാസ്റ്റിലത്തേക്കിന് വെക്കരുത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ PSC പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കുക. അപ്പം ജസ്റ്റ് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം, നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 48 മാർക്കാണ് നമുക്ക് കട്ട് ഓഫ് വന്നത്. അപ്പോൾ ആലോചിക്കുക, ഈ ഒരു A-ലെവൽ എക്സാമുകളുടെ നിലവാരമൊക്കെ അറിയാം. നമുക്ക് അത്യാവശ്യം ടഫായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ്, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കട്ട് ഓഫ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട, വളരെ ചെറിയ കട്ട് ഓഫ് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ടോട്ടൽ അഡ്വൈസുകൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് 317 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, വളരെ നല്ല രീതിയിൽ വേക്കൻസി ഉള്ള ഒരു എക്സാമാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ LSTD എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സിവിൽ ബിടെക് ലെവൽ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കാര്യമായിട്ട് തന്നെ കാണേണ്ട ഒരു എക്സാമാണിത്. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിനെ സീരിയസ് ആയിട്ട് കാണാൻ. ഇതുവരെയും പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സമയമുണ്ട്. ഒരു 2-2.5 മാസമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 727 പേരായിരുന്നു ലാസ്റ്റ് ടൈമിൽ വന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, മെയിൻ ലിസ്റ്റിലുള്ള ടോട്ടൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, എത്ര പേര് എക്സാം എഴുതുന്നതിൽ നിന്ന് എത്ര പേര് അവർ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു LTQ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബാച്ചാണ്. നമ്മൾ അവിടെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നു. ആ രീതിയിൽ നമ്മൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടുണ്ട്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് മോഡൽ എക്സാംസും ടോപ്പിക് ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങുന്ന ഒരു പാക്കേജാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1999 രൂപ മാത്രമാണ് നമ്മൾ ഫീസ് ഈ ഒരു കോഴ്സിന് വേണ്ടി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുന്നിൽ എത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കുറേ ക്ലാസ്സുകൾ കാണുന്നതിലുപരി നമുക്ക് എന്ത് വേണം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു കണ്ടന്റ് ആയിരിക്കും ഈ LTQ ബാച്ച് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിളുടെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ലഭിച്ച റാങ്കുകളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1st, 2nd, 3rd റാങ്കുകൾ മാത്രമാണ് നമ്മൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടന്റുകൾ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തിക്കുക, നിങ്ങൾക്കൊരു ജോലി നേടിത്തരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഞാൻ പറഞ്ഞ ആ ഒരു ഡേറ്റിന് മുന്നേ 11/5 മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.